എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ, രേഖാമേനോൻ ഹെഡ് കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടോ വീഡിയോ ഇടാനായിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള ഒരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. വേണ്ടോ? ആ പാക്കാണ് കേട്ടോ ഇത്. പൊടിക്ക് നമുക്ക് തിക്നെസ് തോന്നും കേട്ടോ. പിന്നെ എൻ്റെ 100ാമത്തെ വീഡിയോ ഞാൻ മുടിക്ക് എങ്ങനെ കളർ നൽകാം എന്നതാണ് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. എൻ്റെ മുടി ഞാൻ പറഞ്ഞല്ലോ ബ്രൗൺ ആയിരുന്നു. ഒരു 6-7 വർഷമായി ഞാൻ ഈ പാക്ക് ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോൾ മുടിക്ക് എങ്ങനെ നമുക്ക് കറുപ്പ് കൊടുക്കാം എന്നതിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ 100ാമത്തെ വീഡിയോ അതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ വീഡിയോ കാണാൻ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. 100ാമത്തെ വീഡിയോ മുടി എങ്ങനെ കറുപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഒരു 7 വർഷത്തോളമായി ഞാനത് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുമ്പോൾ മുടി കറുക്ക മാത്രമല്ല പിന്നെയോ വളരും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഏത് പാക്ക് ഉപയോഗിച്ചാലും നമുക്ക് മുടിക്ക് വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ കെമിക്കൽ ഡൈ ചെയ്യുന്നവർക്ക് ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പോകും. പിന്നെ കൂടാതെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അല്ലേ. ചിലർക്ക് മുഖമൊക്കെ കറുത്ത് വരും, കൂടാതെ ചൊറിച്ചിലുണ്ടാവും, അലർജി ഉണ്ടാവും. വളരെ കേടാണത് ചെയ്യുന്നതിന്. നമുക്കത് ശരീരത്തിനുള്ളിലും ആ പ്രശ്നം വന്നേക്കാം. ഇത് സൈഡ് എഫക്റ്റ് കേട്ടോ. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് പല രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ചിലവർ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് പെട്ടെന്ന് അവരെ കാണുമ്പോൾ മുടി മുഴുവനും വൈറ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് ഡൈ എനിക്ക് പറ്റുന്നില്ല, ചൊറിച്ചിലുണ്ടാക്കുന്നു, എനിക്ക് അലർജി ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു അലർജി ഇല്ലാതെ നമുക്ക് മുടി കറുപ്പിച്ചുകൊണ്ട് നടക്കാം കേട്ടോ. മുടി വളരും. മുടിക്ക് ഏറ്റവും പ്രോട്ടീനായിട്ടുള്ള വസ്തുക്കളും കൂടിയാണത് കേട്ടോ. അപ്പോൾ ഒരു വ്യത്യാസം കൂടാതെ നമുക്ക് ഈ മുടിയിൽ ഇങ്ങനെ കളറ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷമ വേണം കേട്ടോ. കുറച്ച് ക്ഷമ വേണം. പിന്നെ മുടി കറക്കണം എന്നുള്ള ഒരു ആഗ്രഹം വേണം. മനസ്സിലായോ? നമ്മൾ എപ്പോഴും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കാം മുടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ക്ഷമ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും മുടി ഇതായിട്ട്. അപ്പോൾ എന്നോട് ആവശ്യപ്പെടുന്ന പലർക്കും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. നേരിൽ കാണുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അവർക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും ലോങ് ആയ മുടിയിൽ ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ടായ മുടിയിൽ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ചെയ്യാൻ ഉള്ളവർക്ക്. അപ്പോൾ ചിലർ പറയും ആരെ കൊണ്ട് പറ്റി ഇത്ര നേരം നിന്ന് ക്ഷമിച്ചൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എന്ത് കാര്യം സാധിക്കണമെങ്കിലും നമുക്ക് ക്ഷമ വേണം കേട്ടോ. ഞാൻ നേരത്തെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, മുടി വെടുക്കുന്ന കാര്യം. ഞാൻ ഇതുപോലെ ക്ലിനിക്കിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോൾ ക്ലിനിക്കിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും മുടി ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെടുത്ത് ഇങ്ങനെ നമ്മുടെ സ്റ്റാഫൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി സമ്മതിക്കണം, ഇത്രയും ക്ഷമയോടുകൂടി ആ മുടി പൊട്ടാതെ അതിൻ്റെ ജട കളയുന്നുണ്ടല്ലോ. ഞാനാണെങ്കിൽ വലിച്ചൊറ്റ പൊട്ടിക്കലും. ഡോക്ടർ വരെ സമ്മതിച്ചിട്ടുണ്ട്. ഡോക്ടറും പറയും ഇങ്ങനെ ആരും ചെയ്യില്ല, കാരണം ജട വീണാൽ പൊട്ടിച്ച് കളയും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഓരോ മുടി എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ ഓരോ മുടിയും നമ്മൾ വളർത്തുന്നത് അല്ലേ. അപ്പം അത്രയും ഒരു മുടി കേടുകൂടാതെ കൊണ്ട് നടക്കാന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പം അതിന് തീർച്ചയായിട്ടും ക്ഷമ ഉണ്ടെങ്കിലേ നമുക്ക് മുടി വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. മുടി വളരെയധികം പക്വതയോടുകൂടി വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ നമ്മൾ കളറിങ്ങിന് ഉപയോഗിക്കുന്ന പാക്ക് ഉപയോഗിക്കുമ്പോൾ
എന്നാണോ പാക്ക് ഉപയോഗിക്കുന്നത് അന്ന് നമുക്ക് എണ്ണമയം പാടില്ല കേട്ടോ. എണ്ണയൊന്നും പരത്താൻ പാടില്ല കേട്ടോ. പിന്നെ ഈ പാക്ക് 2 പാക്കായിട്ടാണ്, പാക്ക് നമ്പർ 1, പാക്ക് നമ്പർ 2, അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യത്തെ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം രണ്ടാമത്തെ പാക്ക് നമ്മൾ ഉപയോഗിക്കാൻ. രണ്ടാമത്തെ പാക്കും ഇതുപോലെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഒരു 60% മുടിക്ക് കളർ കിട്ടും. 60% ആയിരിക്കും മുടിയുടെ കളർ കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഴ്ചയിൽ ആദ്യത്തെ തവണ ചെയ്തിട്ട് നമ്മൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ ഫസ്റ്റ് പാക്ക് ചെയ്യുക, സെക്കൻഡ് പാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു 80% നമുക്ക് കളർ കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ആവർത്തിക്കണം. ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ഫസ്റ്റ് ടൈം കേട്ടോ, ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അപ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ ഈ ആഴ്ചയിൽ ഇത് ആരെ കൊണ്ട് പറ്റും ഇങ്ങനെയൊക്കെയെന്ന്. പക്ഷെ ഒട്ടും വിഷമിക്കേണ്ട, ആദ്യത്തെ ആ ഒറ്റ പ്രാവശ്യം നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതുപോലെ ഫസ്റ്റ് പാക്കും സെക്കൻഡ് പാക്കും ഒരു പ്രാവശ്യം ചെയ്യാം 2 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യ ആഴ്ചയിൽ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് 3 പ്രാവശ്യം ചെയ്യാം, പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുക. പിന്നെ ഇതെല്ലാം നമുക്ക് 1 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയാവും. ഈ 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും മുടി കളർ പോയി എന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ചില സമയം നമ്മൾ സെക്കൻഡ് പാക്ക് മാത്രം ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ ഫസ്റ്റ് പാക്ക് മാത്രം ചെയ്താൽ മതിയാകും. കാരണം നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ മുടി അത് ആക്സെപ്റ്റ് ചെയ്ത് ആ കളറ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം നമുക്ക് 2 പാക്കും ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാക്ക് ചെയ്താലും മതിയാവും നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ നീർക്കെട്ടുള്ളവർ രാസനാദിപ്പൊടി നിറയെ തിരുമ്മിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ പാക്ക് ചെയ്യുമ്പോൾ കളറ് മാത്രമല്ല മുടിക്ക് നല്ലതും കൂടിയാണ് കേട്ടോ. മുടി നന്നായിട്ട് തഴച്ച് വളരും കേട്ടോ. അപ്പോൾ എനിക്ക് പരിചയമുള്ളവരോട് എല്ലാവരോടും ഞാൻ പറയുന്നത് കെമിക്കൽ ഡൈ വേണ്ട. നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ആദ്യത്തെ ആ ഒരാഴ്ച മാത്രം നിങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ടാൽ മതി. കാരണം 3 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 60%, സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ 80%, തേർഡ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുക, പിന്നെ മന്ത്ലി 1 മാസം ചെയ്യുക, പിന്നെ 2-3 മാസം ആകുമ്പോഴത്തേക്കും ചെയ്താൽ മതിയാവും കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിത് ചെയ്ത് വരുമ്പോഴത്തേക്കും മുടിക്ക് ആ കളറ് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണമെഴുക്ക് പാടില്ല കേട്ടോ. അപ്പോൾ അതിന് തലേ ദിവസവും നമ്മൾ എണ്ണ തേക്കണ്ട. ഉള്ള എണ്ണ ഞാൻ പറഞ്ഞ പോലെ നെല്ലിക്കപ്പൊടി എടുത്തിട്ട് തേച്ചിട്ട് കളയാം. അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലുണ്ട്, ഫ്ലാക്സ് സീഡ് ജെല്ല് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഈ സോപ്പ് മയം നമ്മുടെ എണ്ണമയ കളയാം കേട്ടോ. ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് തലേ ദിവസം തേച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണമെഴുക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുടി നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും, മുടിക്ക് നല്ല നീളവും വയ്ക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ ഞാൻ കുറച്ച് പേര് കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്നും വിഷമം വിചാരിക്കരുത് കേട്ടോ. ഇപ്പോഴും പുതിയ ആൾക്കാർ വരുമ്പോൾ എൻ്റെ പഴയ വീഡിയോ അറിയില്ല, അപ്പോൾ കാണാത്തവർക്ക് പിന്നെയും സംശയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചത്. പക്ഷെ എന്തായാലും ഇന്ന് ഞാൻ പറയുന്നു 100ാമത്തെ വീഡിയോ ഈ കളർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് ചിലപ്പോൾ ചിലവർ ചെയ്തിട്ടുണ്ടാവാം, ചിലർ ഇപ്പോൾ എന്നോട് ചെറിയ കുട്ടികളാരും ഇപ്പോൾ ഒരു ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, മകൾ +2 പഠിക്കുന്നു പക്ഷെ മുടി മുഴുവനും നരച്ചു, കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ പേടിയാണ്, ഈ കുട്ടി ആണല്ലോ കുഞ്ഞു പ്രായത്തിൽ ഉപയോഗിക്കാനൊക്കെ വിഷമമാണെന്നൊക്കെ പറഞ്ഞു.
അപ്പം ഞാനിത് ആ ഡോക്ടറുടെ വീട്ടിൽ പോയിട്ട് പാക്ക് ഉണ്ടാക്കി ഫസ്റ്റ് ടൈം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇതുപോലെ ചെയ്താൽ മതി, റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുമ്പോൾ സമയമെടുത്ത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജോലിക്കാരാണെങ്കിൽ സൺഡേ ചെയ്യാം, നിങ്ങൾക്ക് സൺഡേ ചെയ്യാം, അല്ലെങ്കിൽ വന്നിട്ട് ഈവനിങ് ടൈമിൽ ചെയ്യാം. രാത്രി സമയം മുടി കുളിച്ചാൽ കുഴപ്പമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈവനിങ് സമയം ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ കെമിക്കൽ ഡൈ ഉപേക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഈ അലോവര ഇന്നലെ കണ്ടല്ലോ ജ്യൂസ് അല്ലേ, അത് നല്ലതാണ്. അത് അലോവരയുടെ തന്നെ ഞാൻ പാക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. മുടിയിൽ അലോവര ജെല്ല് എടുത്തിട്ട് തലയിൽ തേക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അത് കാണൂ കേട്ടോ. തലയിലും തേക്കാൻ പറ്റുന്നതാണ്. അലോവര ജ്യൂസ് ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിയോ? നോക്കിയിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നോട് ഇതിനു മുമ്പ് നമ്മുടെ ഒരു കസിൻ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി അലോവര ജ്യൂസ് ഭയങ്കര കയ്പ്പ്, ഞാൻ കുടിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ദിവസം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയുള്ള ദിവസം, പൂജയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു, അവർക്ക് ഇതുപോലെ അലോവര ജ്യൂസ് എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ കയ്പൊന്നും തോന്നുന്നില്ല എന്ന്. അവർക്ക് കയ്പ് തോന്നാൻ കാരണം അവർ അലോവര മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് അവരെടുത്തത്, അതുകൊണ്ട് തന്നെ കയ്പ് കേട്ടോ. അപ്പോൾ അവർ ചേച്ചി പറഞ്ഞു ഇതിൽ ഒരു കയ്പുമില്ല. പിന്നെ അവര് ഇതേപോലെ തന്നെ ഉപയോഗിച്ചു തുടങ്ങി ജ്യൂസ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞു കുമ്പളങ്ങ ജ്യൂസ് കഴിച്ചു തുടങ്ങി, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ നിന്നു തുടങ്ങി, അതൊക്കെ പറഞ്ഞ് നേരിട്ട് കാണുമ്പോഴൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ, ഈ മുടിക്ക് കളർ കൊടുക്കുന്ന പാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ പാക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കളർ വ്യത്യാസം ഉണ്ടാവില്ല. സാധാരണ ഈ കെമിക്കൽ ഡൈ ചെയ്യുമ്പോൾ നമ്മുടെ പാക്ക് ഉപയോഗിക്കുമ്പോൾ അവർ പറയും അവരുടെ ഡൈ ഒക്കെ പോകുന്നത്. പക്ഷെ ഇതാകുമ്പോൾ ഡൈ നിലനിർത്തിക്കൊണ്ട് ഈ കെമിക്കൽ ഡൈ അല്ലാത്ത മുടിയുടെ ആയുർവേദ ഡൈ ചെയ്യുമ്പോൾ മുടിയുടെ കളർ നഷ്ടപ്പെടാതെ നമുക്ക് മുടിക്ക് ഒരു കേടില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ നമ്മൾ സ്ട്രെസ് കുറയ്ക്കാം, വെള്ളം ധാരാളം കുടിക്കാം. പിന്നെ ശരീരം എന്നും പറയുന്ന പോലെ ശരീരം നമ്മൾ തണുപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മുടി നമ്മുടെ ഏറ്റവും അത്യാവശ്യമാണ് അല്ലേ. മുടി എന്താ പറയാ, മുടി ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു ഭാഗമാണ് അല്ലേ, മറ്റുള്ള കണ്ണ് മൂക്ക് ചെവി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭാഗമാണ് തലമുടി കേട്ടോ. ഈ നമ്മുടെ അനുഭവം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അത് ചില ഇത് കണ്ടിട്ടുണ്ടോ, മടിച്ചു നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഒരു തള്ള് മോട്ടിവേഷനിലൂടെ ഒരു തള്ള് തള്ളിയാൽ മതി, പിന്നെ അവനെ കുറച്ച് ഉഷാറാവും. അങ്ങനെയാ കേട്ടോ. നമ്മളിങ്ങനെ മടിച്ച് അലസതയായിട്ട് ഇരിക്കും, അപ്പോഴായിരിക്കും ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉടഞ്ഞെണീക്കും കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ പലർക്കും പല സ്ട്രെസ് ഉണ്ടാവാം അല്ലേ. ഓഫീസിൽ സ്ട്രെസ് ഉണ്ടാവാം, പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജിൽ സ്ട്രെസ് ഉണ്ടാവാം, കുട്ടികൾക്ക് ഉണ്ടാവാം സ്കൂളിൽ അല്ലേ. അപ്പോൾ കുറേയൊക്കെ സ്ട്രെസ് നമ്മൾ ഈശ്വരന് പ്രാർത്ഥിക്കാം. ഈശ്വരൻ സാധിപ്പിച്ച് തരാത്തതൊന്നുമില്ല. അപ്പോൾ എന്നും നമ്മൾ ഈശ്വരനെ കൂടെ കൊണ്ട് നടക്കാം. ഈശ്വരനെ കൂടെ കൊണ്ട് നടക്കാന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പം ഏത് മതമായിക്കോട്ടെ, അവർ വിശ്വസിക്കുന്ന ആ ഈശ്വരനെ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പല അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കൃഷ്ണനെ ഭജിക്കുന്നവരാണെങ്കിൽ എവിടെയെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കുഞ്ഞു കൃഷ്ണനെ കിട്ടും, കുഞ്ഞു കൃഷ്ണന്. അപ്പോൾ നമ്മളത് കൂടെ നമ്മളുടെ ബാഗിലോ എവിടെയാണെന്ന് നമ്മളതിനെ കൊണ്ട് നടക്കാം. കൃഷ്ണനെ ഭഗവാനെ കൂടെ കൊണ്ട് നടക്കാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. പിന്നെ ഗുരുവായൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൃഷ്ണനെ ഭജിക്കുന്നവരാണെങ്കിൽ കുഞ്ഞു കൃഷ്ണനെ മേടിക്കാം.
മേടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ബാഗിലോ വെച്ച് നടന്നോളൂ. നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളും മാറും കേട്ടോ. നിങ്ങൾ കിട്ടൂല എന്ന് വിചാരിച്ച് നടക്കുന്ന പല സംഭവങ്ങളും സംഗതികളും നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കും കേട്ടോ. കാരണം എനിക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ നേരെ ഇപ്പോൾ മറ്റേ യേശു ക്രിസ്തു, ഉണ്ണിയേശു, അപ്പോൾ ഇവരെയൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ചെറിയൊരു വിഗ്രഹം കൂടെ കൊണ്ട് കിടക്കാം ബാഗിൽ. അപ്പോൾ എന്ത് തടസ്സമാണെങ്കിലും നമുക്ക് അതെല്ലാം മാറിക്കിട്ടും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ഒരു അമ്മയുടെ ഒരു സാറുണ്ടായിരുന്നു. ആ സാറ് 90+ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പം ആ സാറ് ഇപ്പം മരിച്ചു കേട്ടോ. മരിച്ചിട്ട് ഇപ്പോൾ 6 മാസം 7 മാസമായിട്ടുള്ളൂ. അപ്പം അദ്ദേഹം എനിക്ക് പണ്ട് ഇതുപോലെ ഷിർദി സായിയുടെ ഒരു സ്റ്റാച്ചു തന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ്. അപ്പം ഞാൻ എപ്പോഴും അദ്ദേഹം എന്നെ വളരെയധികം ഇതുപോലെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഷിർദി സായിയെ കുറിച്ചിട്ട് പറയാം. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ ഞങ്ങൾ സത്യസായി ബാബയുടെ അവിടെ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ അവിടെ ഇവിടെ കേട്ട് പോയിട്ടുണ്ട്. സായിക്ക് സിദ്ധി കിട്ടിയ സ്ഥലം വരെയും പോയിട്ടുണ്ട്. അപ്പം ഈ ഷിർദി സായിയുടെ നമ്മൾ പോയിട്ടില്ല, മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ നാസിക് അതൊക്കെയാണ്. അപ്പോൾ അത് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല ഈ സ്റ്റാച്ചു കിട്ടുന്നവരെ. അപ്പോൾ ആ സാറ് ഡെയിലി എന്നെ വിളിക്കും. വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്നും ഈ ഷിർദി സായിയെ കുറിച്ചിട്ടാണ് പറയാറ്. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ അദ്ദേഹം ഈ പറഞ്ഞ സാറ് മംഗലാപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആ സാറ് ഷെട്ടിയാണ്. അവർ മറ്റേ മംഗലാപുരത്ത് ഉള്ള അവരാണ്, മലയാളീസ് അല്ല. അപ്പോൾ സാറ് ഇതുപോലെ സ്റ്റാച്ചു കഴിച്ച് നിന്നിട്ട് പറയും, മായ നീ എന്നെ മായ എന്നാണ് വിളിക്കുന്നത്, എന്നും വിളിച്ചോളൂ, നല്ല ഇതാണെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് ഇതുപോലെ എനിക്ക് വളരെ ആഗ്രഹം തോന്നി, ഈ ഷിർദിയിലൊന്ന് പോകണം ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം ഷിർദിയിൽ പോയി. അവിടെ പ്രാർത്ഥിച്ചു. അവിടത്തെ മസ്ജിദിലൊക്കെ പോയി. അദ്ദേഹം തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്നടത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ പോയി വന്നു. അപ്പോൾ ഇദ്ദേഹം എനിക്ക് മംഗലാപുരത്ത് നിന്ന് അയച്ചു തന്ന ഈ സ്റ്റാച്ചു ഞാൻ അവിടെ പോകുമ്പോഴും കൊണ്ടുപോകും, എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും, കൂടെ കൊണ്ടുപോകും. നമ്മുടെ ഒരാളായിട്ടാണ് കൊണ്ടുപോകാറ്. കൊണ്ടുപോകുമ്പോൾ എന്ത് തടസ്സം ഉണ്ടെങ്കിലും അത് നമുക്ക് സാധിപ്പിച്ചു തരും. ഉണ്ടോ, ഇതുപോലെ ഞാൻ എവിടെ പോകുമ്പോഴും, ഇപ്പോൾ ഗുരുവായൂർ പോകുമ്പോഴും ഞാനിത് കൂടെ ഉണ്ടാവും, എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഷിർദി സായി തന്നെയാണ്, പിന്നെ കൃഷ്ണൻ്റെ ഒരു ഇതും കൂടിയുണ്ട്, സങ്കല്പം കൂടിയുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ഒന്നാണ്, ഈശ്വരന്മാരെല്ലാവരും ഒന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ കൊണ്ടു കിടക്കാന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കൊണ്ടു കിടക്കാം. അല്ലാതെ മനസ്സിലും നമുക്ക് കൂടെ നമ്മൾ ബാഗിലൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് നാളെ എപ്പോഴാണെന്ന് നിങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇനി മുതൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്ത് തടസ്സം, എനിക്ക് നല്ല അനുഭവമുണ്ട് കേട്ടോ. ഞാൻ മൂകാംബിയിൽ കുടജാദ്രി പോയപ്പോഴും ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ശങ്കരാചാര്യർ തപസ്സിരുന്ന് അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുമ്പോൾ എന്ത് തടസ്സം ഉണ്ടെങ്കിലും നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ഞാൻ 2016 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് എന്നെ രക്ഷപ്പെടുത്തിയതാണ് അദ്ദേഹം. കാരണം എൻ്റെ ബാഗിൽ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ കൊണ്ടു നടക്കും. കൂടാതെ ബുക്കുകളുണ്ട് ഷിർദി സായിയുടെ, അപ്പോൾ ഞാനത് വായിക്കും. അങ്ങനെ ഈശ്വരൻ ഇപ്പോൾ ഈ വ്യാഴാഴ്ചകളിലെല്ലാ ദിവസം ഞാൻ വിഷ്ണു സഹസ്രനാമം ചെല്ലാറുണ്ട് കേട്ടോ. ചൊവ്വയും വെള്ളിയാണെങ്കിൽ ലളിത സഹസ്രനാമം ചെല്ലും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആരതി മന്ത്രമുണ്ട്, അത് ചെല്ലും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈശ്വരനെ ഭജിച്ച് ഈശ്വരനെ കൂടെ കൊണ്ടുവന്നാൽ എന്ത് കഷ്ടകാലം ഉണ്ടെങ്കിലും നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ സ്ട്രെസ് ഉള്ളവർ ഇനി മുതൽ ഇത്രയും നാളും
കൊണ്ട് നടന്നിട്ടില്ല. പല രീതിയിൽ കുറച്ച് നാൾ ചിലർ പറയും ഈശ്വരനൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ആൾക്കാർ അവരെ കുറ്റം പറയണല്ല, അവരെ മാനസികാവസ്ഥയാണ് കേട്ടോ. കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നി ഇത്രയും വിളിച്ചിട്ട് എന്താ കിട്ടാ. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. എവിടെ പോകുമ്പോഴും നമുക്ക് കൂടെ കൊണ്ടായാൽ എന്തിനും ഏതിനും നമുക്ക് എന്താണ് കൂടെ ഉണ്ടാവും. ഇതുപോലെ ഞാൻ ഒരു ദിവസം ഞങ്ങള് കുടുംബസമേതം അമ്പലപ്പുഴ പോയി. രാത്രിയാണ് പോയത് കേട്ടോ. അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ അന്ന് 8 മണിയാവാറെ എത്തിയപ്പോ ലോഡ്ജിൽ റൂമൊക്കെ എടുത്തു. എന്നാലൊന്നും അമ്പലത്തിലൊന്നും പോയേക്കാം, ആ രാത്രി സമയം നട അടച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തൊഴാന്നും പറഞ്ഞത്. അപ്പൊ ഞങ്ങള് പോകുമ്പോ തൊഴുത് വരുന്ന ആൾക്കാർ പറഞ്ഞു നട ഇപ്പൊ അടയ്ക്കട്ടോ ഓടിച്ചെന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നു, ഒന്ന് തൊഴുതു, കാണാൻ പറ്റി. കണ്ട ഉടനെ തന്നെ നട അടയ്ക്കുന്നത്. അപ്പൊ ആ ലാസ്റ്റ് മുഹൂർത്തത്തിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ആഗ്രഹം വിചാരിക്കുന്നോ അത് നമുക്ക് സാധിപ്പിച്ചു തരും. ഇതാണ് നമ്മൾ പറഞ്ഞ ഈശ്വരനെ നമ്മൾ കൂടെ കൊണ്ടു നടക്കാന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാം ഈശ്വരനോട് കേട്ടോ. നമ്മളുടെ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് പറയാം കേട്ടോ, സാധിപ്പിച്ചു തരും. എനിക്ക് പല അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മള് സാധിക്കില്ല എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് സാധിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ ഈശ്വരനെ ഭജിച്ചാൽ ഈശ്വരൻ നമ്മളെ രക്ഷിക്കും. ഏത് ഇഷ്ടപ്പാടൻ ആണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സ്ട്രെസ് നമുക്ക് കുറയും. ഈ അദ്ദേഹത്തിന് ഈശ്വരൻ ആരാണോ നിങ്ങൾ ഭജിക്കുന്നത് അവർക്ക് വിട്ടുകൊടുക്കാം. അപ്പോൾ അവർ നമ്മളെ കാത്തുകൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഭഗവാനെ കൂടെ ഉണ്ടാവണേ എന്ന് വിചാരിച്ച് നിങ്ങൾ കൂടെ കൊണ്ടു നടക്കാം. ആരായാലും ഇപ്പം മറ്റേ മുസ്ലിം മതസ്ഥരാണെങ്കിൽ അവരെന്താണോ വിശ്വസിക്കുന്നത് അത് കൂടെ കൊണ്ടു നടക്കാം. അവരെന്തിലാണോ വിശ്വസിച്ച് കൊണ്ടു നടക്കും അതിന് നമ്മൾ കൂടെ കൊണ്ടു നടക്കാം. അപ്പോൾ നമുക്ക് വളരെയധികം സമാധാനം തരും. നമ്മൾ പ്രാർത്ഥിച്ചാൽ പിന്നെ അവർ നോക്കിക്കോളും നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഓരോ അനുഭവം നമുക്ക് ഉണ്ടാവും. ഞാൻ നേരത്തെ ഗുരുവായൂരെ കാര്യം പറഞ്ഞ പോലെ അതും നമുക്ക് അനുഗ്രഹമാണ്. അതുപോലെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം കുടുംബക്ഷേത്രം നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ എല്ലാ സ്ട്രെസ്സും മാറ്റി ഇതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തി ഏതാണോ മൂർത്തി കൂടെ കൊണ്ടു നടക്കും. ഇപ്പോൾ ഓഫീസിൽ പോവാണെങ്കിലും നമ്മളുടെ കൂടെ കൊണ്ടു നടക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയ്ക്കാണെങ്കിലും നിങ്ങൾ എന്ത് കാര്യം പുറത്തേക്ക് പോകുമ്പോഴും ഇത് കൂടെ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചിട്ടേ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ഈശ്വരൻ നമ്മളെ രക്ഷിക്കും കേട്ടോ. പിന്നെ ഓഫീസിലാണെങ്കിൽ പല സ്ട്രെസ് ഉണ്ടാവാം. ചില MD ഭയങ്കര ദേഷ്യക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ 5-6 സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലിനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും പല 5 ഫിംഗേഴ്സ് ആർ നോട്ട് ഈക്വൽ എന്ന് പറയും അല്ലേ. 5 നമ്മുടെ വിരലുകൾ ഈക്വൽ അല്ല, പല ക്യാരക്ടർ പോലെയാണ്. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരെല്ലാവരും ഈക്വൽ അല്ല അല്ലേ. സ്വഭാവങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് ഈ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒരാളായിട്ട് മാറാം. മനസ്സിലായോ? നമ്മളെ ഇപ്പോൾ ഓഫീസിലെ ടൈം ഉണ്ടാവും നമ്മൾ ചെല്ലുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ 9 മണി സമയമാണെങ്കിൽ കൃത്യം 9 മണിക്ക് എത്താൻ പാകത്തിന് നമ്മൾ ചെല്ലാം. അപ്പോൾ നമ്മളെ ഒന്നും പറയാനും അവർക്ക് പറ്റില്ല. അതുപോലെ ഞാനൊക്കെ പോകുമ്പോൾ ഇതുപോലെ 8:30-ക്കൊക്കെ എത്തേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ഓട്ടോ വിളിച്ച് പോയിട്ടുണ്ട്. കാരണം ആ 1 മിനിറ്റ് നമുക്ക് സേവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് ആരും മോശം എന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ പെരുമാറാം. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ എത്ര പുലി ആണെങ്കിൽ പോലും അവർ നമ്മുടെ മുമ്പിൽ കീഴടങ്ങും കേട്ടോ. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്.
ഇപ്പൊ നമ്മളുടെ സീനിയേഴ്സ് നമ്മളുടെ എന്തെങ്കിലും ജോലി വർക്ക് അത് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ജോലികൾ പെർഫെക്റ്റായിട്ട് പോയി നടന്നാൽ ആരെ കൊണ്ടും നമുക്ക് എന്ന് പറയിപ്പിക്കാനുള്ള ആ അവസരം ഉണ്ടാവരുത്. കുട്ടിക്കാലം മുതലേ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കാരണം കുറേ ഉപദേശങ്ങൾ, അച്ഛൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞങ്ങളോടും പറയും, നിങ്ങൾ സത്യസന്ധമായിട്ട് പോവുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുന്നു പറയിപ്പിക്കരുത് കേട്ടോ, നല്ലത് മാത്രം പറയിപ്പിക്കാം. അപ്പൊ ആ ഒരു ഉപദേശമാണ് ഇന്നും നമുക്കുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മുടെ അനുഭവങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലതാണ്.